അടുത്ത 2016 മോഡൽ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 90,000 രൂപ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. അവിടെ എല്ലാ വീഡിയോയിലും ഓരോ വണ്ടി കാണും ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടി. അത് കണക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടി സൈലൻസർ മാറ്റി. അടുത്ത 2016 മോഡൽ യമഹ വെർഷൻ 2 R15 വെർഷൻ 2 സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 60,000 രൂപയാണ്. ഇത് 2020 മോഡൽ ക്ലാസ്. ഇത് സ്റ്റാൻഡേർഡാണ്. അത് ES ആണ്. സെൽഫ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇഞ്ചക്ടർ വണ്ടിയാണ്. കാർബറേറ്ററുള്ള ഇഞ്ചക്ടർ വണ്ടിയാണ്. ES ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഡീറ്റെയിൽ മീറ്റർ വരുന്നുണ്ട്. ഈ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. 2021 മോഡൽ യമഹ MD വെർഷൻ 2 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. അടുത്ത് 2018 മോഡൽ വണ്ടിയാണ്. 2 ടയറും നല്ല ടയറാണ്. അഡീഷണലായിട്ട് അലോയ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 2020 മോഡൽ സ്റ്റാൻഡേർഡ്. ഇത് ഇഞ്ചക്ടർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 20 മോഡലെങ്കിൽ 21 രജിസ്ട്രേഷൻ ഉണ്ട്. അടുത്ത 2018 മോഡൽ 19 രജിസ്ട്രേഷനുള്ള R15 വെർഷൻ 3 യമഹ R15 വെർഷൻ 3 അഡീഷണലായിട്ട് DRL കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കര നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ലെഗസി മോട്ടോഴ്സിലാണ് വന്ന് നിൽക്കുന്നത്. ബുള്ളറ്റ് എല്ലാ തവണയും പറഞ്ഞ പോലെ ബുള്ളറ്റ് ഇതാ കിടപ്പ് കണ്ട ബുള്ളറ്റുകൾ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്തതിലാകെ 1-2 വണ്ടികൾ മാത്രമേ ഇപ്പം മിച്ചം കിടപ്പുള്ളൂ. ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകളാണ് വന്നിരുന്നത്. വെറും 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാവുന്ന വണ്ടികളാണ് വന്നിട്ടുള്ള എല്ലാം. അപ്പം ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, ബുള്ളറ്റ് വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ബുള്ളറ്റ് മാത്രമല്ല, അല്ലാതുള്ള ബൈക്കുകളും ഉണ്ട്. പൾസർ, യമഹയുടെ R15 അങ്ങനെയൊക്കെയുള്ള വണ്ടികളും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് എടുത്ത് വെക്കുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ബുള്ളറ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ അമീറ, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ വണ്ടികളൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. അന്നിരുന്ന സ്റ്റോക്കുകളിലുള്ള മിക്ക വണ്ടിയും പോയി. 1-2 വണ്ടികളിപ്പം അന്നത്തെ സ്റ്റോക്കിലിപ്പം വണ്ടി ഉള്ളൂ. ഇപ്പം ഇപ്പോൾ ഇരിക്കുന്ന വണ്ടികളെല്ലാം പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, ഇനി എൻ്റെ ഒരു ചോദ്യം, അതായത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കമൻസ് വരുന്നത് പുതിയ ബുള്ളറ്റിൻ്റെ പ്രൈസിനാണ് നിങ്ങൾ പഴയ ബുള്ളറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസുകളായിട്ട് വരുന്നുണ്ട്. നെഗറ്റീവ് കമൻസുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നുള്ളതിനാണ് ഒരു ചോദ്യം. ഒരിക്കലും അല്ല. ഈ വണ്ടിക്ക് ഇത്രയും മാർക്കറ്റുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ പോലും എവിടെ പോയാലും ഈ വണ്ടിയുടെ വിലയും കാര്യങ്ങളും അറിയാം. ഒന്നാമത് ഈ കാർബറേറ്ററും ഇഞ്ചക്ടറും തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഈ പഴയ മോഡൽ വണ്ടിക്കാണ് ആൾക്കാർക്ക് പ്രിയം. കൂടുതൽ റീസെയിൽ വാല്യൂ ഇപ്പോഴും പഴയ വണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ കേസ്. ഇപ്പം നമുക്ക് മാക്സിമം 1-10 വരെയൊക്കെയാണ് ഫണ്ടിങ് കിട്ടുന്നത്. ഇപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ പോലും 2 സംതിങ്ങൊക്കെ വരുന്ന വണ്ടി 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. 1-10 നമുക്ക് ഫിനാൻസ് കിട്ടത്തുള്ളൂ. അപ്പം ബാക്കി എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. സാധാരണക്കാരയിൽ തുച്ഛമായ എമൗണ്ടേ കാണത്തുള്ളൂ. ഇപ്പം 10 രൂപ 20 രൂപ അല്ലെങ്കിൽ അങ്ങനെ എമൗണ്ട് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവർ മാക്സിമം ആ എമൗണ്ട് അടച്ച് ഇപ്പോൾ വണ്ടി എടുക്കാനാണ് നോക്കുന്നത്. വണ്ടിയുടെ അവൈലബിലിറ്റി കൂടെ നോക്കണം നമ്മൾ. ഇത് 2020 മോഡൽ ക്ലാസ്. ഇത് സ്റ്റാൻഡേർഡാണ്. അത് ES ആണ്. സെൽഫ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇഞ്ചക്ടർ വണ്ടിയാണ്. കാർബറേറ്ററുള്ള ഇഞ്ചക്ടർ വണ്ടിയാണ്. ES ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 29,674 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഈ ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നുണ്ട്, ഈ ബുള്ളറ്റൊക്കെ എടുക്കുന്നവർ അത്രയും മോഹിച്ചെടുക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും. ഇത്രയും നല്ല ഏതൊരു വണ്ടി നമ്മൾ എടുത്താലും മോഹിച്ചാണ് എടുക്കുന്നത്. കിലോമീറ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇത് 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ടയർ മാറി പുതിയ ടയറാണ്. രണ്ടാമത് ഈ വണ്ടി ഇപ്പം നമ്മൾ കൊണ്ട് ടയർ നമ്മൾ മാറിയ ടയറാണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഇപ്പം മാറിയതേ ഉള്ളൂ. അത് ഒരാൾ ആ വണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നത്, അതാണ് അതിൻ്റെ വ്യത്യാസം. മര്യാദയ്ക്ക്, അതായത് മാന്യമായിട്ട് നമ്മൾ ഓടിച്ചാൽ ടയർ കിട്ടും. അതേ കണക്ക് ടയർ തീരാറായ വണ്ടിയുണ്ട്. അതുകൊണ്ട് C8 2020 വണ്ടിയാണ്. അത് ഏകദേശം 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് ടയർ കമ്പനി ടയറാണ്. അത് തീരാറായി. നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന കണക്കിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത്? എത്രയാണ് ഇത്? 2020 മോഡൽ ES സിംഗിൾ ഓണർ വണ്ടി. 140 ആണ് ഡൗൺ പേയ്മെൻറ്റ്. 30,000 രൂപ അടയ്ക്കണം. 30,000 രൂപ അടയ്ക്കണം.
റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലേ? ഇല്ല, റീപ്ലേസ് ആയിട്ടൊന്നും. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. എൻജിൻ സൈഡൊക്കെ പക്ക. ഈ കളറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ലല്ല, ഇതിനകത്ത് ഒറ്റ റീപെയിന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. ഉള്ളത് നമ്മളുള്ളതെന്നൊക്കെ പറയും. അന്നൊരു വണ്ടി, ഒരു ചെറുതായിട്ട് തട്ടിയ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ വണ്ടി സെയിലായി. അത് ചേട്ടൻ്റെ വീഡിയോ കണ്ട് തന്നെ ആളുകൾ വന്ന് എടുത്ത്. അടുത്ത 2021 മോഡൽ ക്ലാസിക്. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. 34,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ബേക്ക് ടയറും പുതിയതാണ്. ഇത് ഇഞ്ചക്ടർ ആണോ? ഇത് ഇഞ്ചക്ടർ വണ്ടിയാണ്. നിലവിൽ റീപ്ലേസോ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. എൻജിൻ സൈഡൊക്കെ പക്ക. 34,000 കിലോമീറ്റർ. 34,000 കിലോമീറ്റർ. ഇതിന്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്കൊരു 40 രൂപ അടച്ച ഈ വണ്ടി ഇറക്കാം. 40,000. വേറെ പറയത്തക്ക കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. ജെനുവിൻ കിലോമീറ്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. 34,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഇന്ന് കൊണ്ട് ടയർ മാറിയതേ ഉള്ളൂ. പുത്തൻ ടയറാണ്, ഫ്രഷ് ടയറാണ് കിടക്കുന്നത്. അടുത്ത 2019 മോഡൽ സ്റ്റാൻഡേർഡ്. ഈ വണ്ടി കാർബറേറ്റർ വണ്ടിയാണ്. ഇഞ്ചക്ടർ അല്ല, കാർബറേറ്റർ വണ്ടിയാണ്. ഇഞ്ചക്ടർ വണ്ടിയെക്കാട്ടി കുറച്ചും കൂടെ എപ്പോഴും മാർക്കറ്റ് ഉള്ളത് കാർബറേറ്റർ വണ്ടിയാണ്. അതാണ് ഈ പഴയ വണ്ടിയും പുതിയ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. വേറെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മൊത്തം 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊരു 27,000 കിലോമീറ്റർ ആയപ്പോൾ മാറിയ ടയറാണ്. ടയർ ഓടാറുണ്ട്. ഈ വരച്ച ടയർ അങ്ങനൊന്നും ഉള്ളത് ഉപയോഗിക്കാറില്ലല്ലോ? അല്ലല്ലോ, വരച്ച ടയർ നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒറ്റ വണ്ടിയിലും വരച്ച ടയർ ഇല്ല. അല്ല, അത് എന്നോട് ചോദിക്കണമെന്നൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ടയർ തീരാറാകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറയും. അതൊന്നും അറിയാവുന്നവർക്ക് നോക്കിയാൽ അറിയാം. കാരണം വേറൊന്നുമല്ല, ഈ ഡിസൈൻ നോക്കിയാൽ മതി. ഏത് ഡിസൈനാണ്? നമ്മൾ എത്ര വരച്ച ടയർ ആണെങ്കിലും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കട്ടിങ് ശരിയാവില്ല. വരച്ച ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും. അത് കൈ കൊണ്ടാണല്ലോ വരയ്ക്കുന്നത്, മെഷീൻ വർക്കല്ലല്ലോ. കൈ കൊണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് എത്രയായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ലെങ്കിൽ എവിടെയെങ്കിലും പെർഫെക്ഷൻ പോകും. ഓക്കെ, അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത്? അത് 1,15,000 രൂപ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? ആ വണ്ടി നമുക്ക് ഫസ്റ്റ് 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 10 രൂപ ഇറക്കാം. അടുത്ത 2020 മോഡൽ സ്റ്റാൻഡേർഡ്. ഇത് ഇഞ്ചക്ടർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 20 മോഡലെങ്കിൽ 21 രജിസ്ട്രേഷൻ ഉണ്ട്. 21 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർ വണ്ടി. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ടയർ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഓടും. ഒരു 10-30,000 കിലോമീറ്റർ, ഒരു 14,000 കിലോമീറ്റർ കൂടെ ഓടും. എത്ര ചോദിക്കുന്നത്? ഇത് 1,35,000 രൂപ. ഫസ്റ്റ് നമുക്ക് 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയാണ്? പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അടുത്തത് 2020 മോഡൽ ക്ലാസിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ ഇഞ്ചക്ടർ വണ്ടിയാണ്, കാർബറേറ്ററല്ല, ഇഞ്ചക്ടർ വണ്ടിയാണ്. കുറഞ്ഞ ടയർ ഏകദേശം തീരാറായിട്ടുണ്ട്. ഈ വണ്ടി മൊത്തം ഓടിയിരിക്കുന്നത് 26,000 കിലോമീറ്ററാണ്. എൻജിൻ സൈഡൊക്കെ പക്ക. വേറെ റീപ്ലേസോ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 26,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിനാണേ. അതുകൊണ്ട് നോക്കൂ, ടയർ കമ്പനി ടയറാണ്. ടയർ കുറച്ചും കൂടെ ഓടാം. ഈ ടയറൊക്കെ വേണമെങ്കിൽ ഇനി വരയ്ക്കാം. നമ്മൾ ആ പരിപാടി ഇവിടെ ചെയ്യത്തില്ല. ആ ടയർ, അതിൽ കിടന്ന ടയർ വരയ്ക്കാനുണ്ടായിരുന്നു. പുതിയ പുത്തൻ ടയർ ഇട്ട് കൊടുത്ത്. എത്ര ചോദ്യം? ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു ഫസ്റ്റ് 35,000 രൂപ അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. അടുത്ത് 2018 മോഡൽ വണ്ടിയാണ്. 2 ടയറും നല്ല ടയറാണ്. അഡീഷണലായിട്ട് അലോയ് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഡീഷണൽ ചെയ്തേ? അഡീഷണൽ അലോയ്. MPD പിടിക്കുന്ന ടൈപ്പ് ഒന്നും അല്ലല്ലോ? MPD പിടിക്കണമെന്ന് ചോദിച്ചാൽ അവർ പിടിക്കും. അത് വേറെ കാര്യം. ഇല്ലയെന്ന് പറയുന്നില്ല, പിടിക്കണമെന്ന് വെച്ചാൽ അവർ പിടിക്കും. പക്ഷേ വണ്ടി നമ്മളെല്ലാം വണ്ടി എടുക്കുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയല്ലേ, ഒരു നമ്മൾ കൊണ്ട് നടക്കുന്നതായിട്ടുള്ളൊരു വ്യത്യാസം. അതെ അതെ, അതാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ ചെയ്തേക്കുന്ന ഈ അഡീഷണൽ സംഭവങ്ങൾ MPD പിടിച്ച പ്രശ്നം ഉണ്ടാവുന്നതാണോ എന്നറിയാം. അങ്ങനെ എല്ലാവരും അടിക്കില്ല. ചിലർ പിന്നെ ഒന്നും കിട്ടാതെ വരുമ്പോൾ അടിക്കും. ചിലപ്പോൾ ഈ ലൈറ്റിനും ഉറപ്പില്ല. അത് ഓരോരുത്തരുടെ ഓരോ സമയം കണക്കില്ല. ഇത് ഫുൾ പ്രൈസ് 1,20,000 രൂപ. 45,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 18 വണ്ടി നമ്മുടെ കയ്യിൽ 20-30 ഓടിയതുകൊണ്ട് 45 ഓടിയുണ്ട്. അപ്പോൾ പലരും ചോദിക്കും കിലോമീറ്റർ ജെനുവിനാണോ. അങ്ങനെയാണ് നമുക്കിത് ചെയ്തു വെച്ചുകൂടായിരുന്നു. ടയറ് കാര്യങ്ങളെല്ലാം നല്ല ലുക്കിലിരിക്കുന്ന വണ്ടിയല്ലേ. കള്ളം പറഞ്ഞുള്ള പരിപാടി നമുക്കില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലപോലെ പണി എടുത്തിട്ടുണ്ടല്ലേ അതിനകത്ത്? ഓക്കെ, എത്ര ചോദിച്ചേ? അത് 1,20,000 രൂപ.
എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? അതൊരു 15 രൂപയ്ക്ക് അടച്ചിറക്കാം. 15 രൂപ. ഈ 3 വർഷമല്ലേ ലോൺ കിട്ടുന്നത്? ആ 3 നമുക്ക് 4 വർഷം വരെ ചെയ്യാം. അടുത്ത 2020 മോഡൽ സ്റ്റാൻഡേർഡ് ഗ്രേ കളറാണത്. ഇതും ഇഞ്ചക്ടർ വണ്ടിയാണ്. നല്ല ടയറുണ്ടല്ലേ? ആ ഫ്രണ്ട് പുത്തൻ ടയറാണ്, അപ്പോളോടെ ടയറാണ്, നമ്മളിട്ട ടയറാണ്. പിന്നെ ഇതും വേറെ റീപെയിൻറ്റോ ടച്ചിങ്ങോ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെയായിട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ബാക്ക് ടയർ എങ്ങനെയാണ്? ആവറേജ് ആണോ? ബാക്ക് ടയർ ആവറേജ് ആണോ? അതല്ല, ബാക്ക് ടയറും ഉണ്ട്. നോക്കാം നമുക്ക്. കയറി പോകാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ബേക്കും നല്ല ടയറാണ്, പുതിയ ടയറാണ്. രണ്ടും പുത്തൻ ടയർ. കിലോമീറ്റർ ഓടിയേക്കുന്നത് 33,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? 2 ടയർ മാറിയതാ. ഇത് 1,30,000 രൂപ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്ക് ഒരു 20 രൂപയ്ക്ക് അടച്ച് ഇറക്കാം. 20 രൂപ. അടുത്ത 2017 മോഡൽ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും, ഫ്രണ്ട് ക്രാഷ് കാർഡില്ല. ആ ഒരു വണ്ടിക്ക് ഒരു എടുപ്പ് കുറവുണ്ട്, അത് നമുക്ക് വെച്ച് കൊടുക്കാൻ കുഴപ്പമുള്ള കാര്യമില്ല. ഇത് 52,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റർ ആണ്. ജനുവൻ കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് രീതിയിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രാഷ് കാർഡ് ഇല്ല എന്നുള്ളതാണല്ലേ? ആ ക്രാഷ് കാർഡില്ല. അഡീഷണൽ സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കയറ്റിയതാ? ആ കയറ്റിയതാ. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 1,05,000 രൂപ. 1 ലക്ഷം ഇട്ടാ പോരെ? അത് 1 ലക്ഷം ഇട്ടാ പോരെ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ ചോദിക്കുന്ന വിലയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളുണ്ടോ? അതോ വീഡിയോയിൽ പറയുന്ന വില ഏകദേശം ഫിക്സ് ആണ്? ഏകദേശം ഫിക്സ് ആണ്. അടുത്ത 2021 മോഡൽ ഡ്യൂക്ക് 200 BS6 വണ്ടി. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. രണ്ടും നല്ല ടയറുള്ള വണ്ടിയാണ്. ഫ്രണ്ട് പുത്തൻ ടയർ എന്നിട്ടേ ഉള്ളൂ, നമ്മളിട്ട ടയറാണ്. എന്തോ ഓടി? 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 26. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ സ്ക്രാച്ചോ അല്ലെങ്കിൽ റീപെയിൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഫ്രണ്ട് ടയറും പുതിയത്, ബാക്ക് ടയറും പുതിയതാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,80,000 രൂപ. നമുക്ക് ഫസ്റ്റ് ഒരു 40 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. മൈലേജ് എന്താ കിട്ടും? മൈലേജ് ഒരു 38-35 ആ റേഞ്ച് കിട്ടും. ആ റേഞ്ചേ ഉള്ളൂ. പവറാണ് കൊണ്ടായിരുന്നല്ലേ. അടുത്ത 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ബുള്ളറ്റ് ക്ലാസിക് 350. ഇത് കിലോമീറ്റർ മൊത്തം ഓടിയേക്കുന്നത് 39,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 39. എഞ്ചിൻ സൈഡ് അഡീഷണൽ ആയിട്ട് അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2 ടയറും നല്ല ടയറാണ്. രണ്ടും ബാക്കും പുത്തൻ ടയറാണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ? ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ? പിന്നെ ജെനുവിൻ കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,15,000 രൂപ. 1,15,000. 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? വേണ്ട, 10 രൂപ. 10 രൂപ എത്ര മതി? 10 രൂപ അടച്ചാൽ മതി. 3 വർഷം ലോൺ സൗകര്യവും 10,000 രൂപ. ഈ ബുള്ളറ്റ് ആകുമ്പോൾ 35 ഒരു 40-നകത്തല്ലേ മൈലേജ് കാണും? അത്രേ ഉള്ളൂ. അടുത്ത 2021 മോഡൽ സ്റ്റാൻഡേർഡ് ES സെൽഫ് വരുന്ന വണ്ടിയാണ്. ബ്ലൂ കളറാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 25,000 കിലോമീറ്റർ മൊത്തത്തിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ടയർ മാറിയ വണ്ടിയാണ്. എഞ്ചിൻ സൈഡൊക്കെ നല്ലതാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്ക. വേറെ കാര്യങ്ങളോ ഇഞ്ചക്ടർ വണ്ടിയാണ്. ഇഞ്ചക്ടറാണ്. അല്ല, ഇത് 25,000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പേ ടയർ മാറി. അപ്പോൾ ഒരാൾ യൂസ് ചെയ്യുന്ന കണക്ക് ഇരിക്കും. മറ്റേ ആ ബ്ലാക്ക് വണ്ടിയാണെങ്കിൽ 33,000 കിലോമീറ്റർ ആണ്. ഇപ്പോഴാണ് നമ്മളാണ് ടയർ മാറിയത്. അപ്പോൾ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന കണക്ക് വണ്ടിയുടെ ടയറായാലും എഞ്ചിനായാലും നിൽക്കും. ഇതെത്ര ചോദിക്കുന്നത്? ഇത് 1,45,000 രൂപ. 2023 മോഡല് യമഹ FC വെർഷൻ 3 സിംഗിൾ ഓണർഷിപ്പ്, നല്ല മൈലേജും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. യൂണിക്കോൺ പോലെ എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കമ്പനി ടയറാണ്. ബാക്ക് ടയറും കമ്പനി ടയറാണ്. സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിൽ ഇല്ല. ഇത് ഊരി വെച്ചാണ്, അവരുടെ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ ഷോറൂമിൽ ഓർഡർ ഇട്ടിട്ടുണ്ട്, വെച്ച് കൊടുക്കുമോ? നമുക്ക് അതിനുള്ളിൽ വണ്ടി സെയിലാവുന്നതിന് മുമ്പ് സാധനം കിട്ടുവാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ കാണുന്ന കണ്ടീഷൻ.
2023 മോഡൽ 13,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 13,000 കിലോമീറ്റർ. ഏത് വർഷമായിരുന്നു? 2023 മോഡൽ. 23. പിന്നെ ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 99,000 രൂപ. അങ്ങനെ ആ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 10 രൂപ 15 രൂപ അടച്ചാൽ നമുക്ക് ആ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത 2018 മോഡൽ 19 രജിസ്ട്രേഷനുള്ള R15 വെർഷൻ 3, യമഹ R15 വെർഷൻ 3 അഡീഷണലായിട്ട് DRL കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. DRL പിന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 45,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. അഡീഷണൽ ഈ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട്. ഈ R15 വെർഷൻ 3ക്കും ഈ RC-ക്കൊക്കെ ഉള്ള പ്രശ്നമാണ് നമ്മളിങ്ങനെ ഈ നടുവിന് പെയിൻ വരും. അതായത് കമന്ന് നടന്ന് ഓടിക്കുമ്പോഴുള്ള പ്രശ്നം. ഇത് അതിനുള്ളൊരു സൊല്യൂഷനാണ്. അഡീഷണൽ ഡൂക്കിൻ്റെ ഹാൻഡിൽ മേടിച്ച് സെറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ബാക്ക് ട്രാക്ക് ടയറാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 20,000 രൂപയൊക്കെ അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2021 മോഡൽ പൾസർ 150 സിംഗിൾ ഓണർ വണ്ടി, ABS ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 30,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. ബാക്കും പുത്തനാണല്ലോ. വേഗം പുത്തൻ, 2 പുത്തൻ ടയർ. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 78,000 രൂപയാണ്. 78. ഇത് ഇറങ്ങുമ്പം പൾസറിന് എന്തുണ്ട് വില? ഈ പൾസർ ഇറങ്ങുമ്പോൾ എന്താ? ഇത് ഇറങ്ങിയ സമയത്ത് 1,30,000 ഉണ്ടായിരുന്നു. ആ റേഞ്ച് ഉണ്ടല്ലേ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ. അടുത്ത 2019 മോഡൽ സ്റ്റാൻഡേർഡ് കാർബറേറ്റർ വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഏകദേശം തീരാറായിട്ടുണ്ട്. 28,000 കിലോമീറ്റർ മൊത്തത്തിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ബാക്ക് ടയർ പുതിയതാണ്. ബാക്ക് ടയർ മാറിയ ടയറാണ്, പുത്തൻ ടയറാണ്. ഫ്രണ്ട് മാറിയേ പറ്റത്തുള്ളൂ. മാറി കൊടുക്കൂ. മാറി കുറച്ചും കൂടെയൊക്കെ ഓടും. വേണമെങ്കിൽ നമുക്ക് മാറി കൊടുക്കാം. വേണമെങ്കിൽ മാറി കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? എത്രയാ ഇത്? 1,15,000 രൂപ. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. കിലോമീറ്റർ 26,000 കിലോമീറ്റർ. KL2040 വണ്ടി. 26 അല്ല, സോറി 28. നോക്കി പറയടാ, തെറ്റിക്കരുത്. എത്ര ചോദ്യം? ഇത് 1,15,000 രൂപ. അടുത്ത 2019 മോഡൽ ക്ലാസിക് സിഗ്നൽ 350 സിഗ്നലാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ്റെ അവിടെ ചെറിയൊരു പെയിൻറ്റ്, അത് വേറെ കാര്യമാക്കണ്ട. സർവീസ് ചെയ്യുന്ന സമയത്തെ പ്രഷർ കാരണം പെയിൻറ്റ് ഇളകി പോകുന്നതാണ്. ഇത് കമ്പനി വന്നിട്ട് ടയറാണ്. ഈ വണ്ടി 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റർ. അത് നമ്മുടെ ഒരാൾ വണ്ടി യൂസ് ചെയ്യുന്ന കണക്കിരിക്കും. ഇത് 17,000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് ഏകദേശം കുറച്ചും കൂടെയൊക്കെ ഇനി ഓടാവുള്ള ടയർ. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രാഷ് കാർഡില്ല. ഈ വണ്ടിയുടെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപ. ഫസ്റ്റ് ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി നമുക്ക് സ്വന്തമാക്കാം. ബാക്ക് നല്ല ടയറാണ് പോകുന്നത്. ബാക്ക് ടയറുണ്ട്. എത്ര രൂപ ഇറക്കാം? ഇത് 25 രൂപയ്ക്ക് അടച്ചിറക്കാം. 25,000. 2019 ഉണ്ട്. അടുത്ത 2018 മോഡൽ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ വണ്ടി. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടച്ചിങ്ങോ കാര്യങ്ങളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 42,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. 42,000 കിലോമീറ്റർ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,05,000 രൂപ. എത്ര രൂപ ഇറക്കാം? ഇത് ഫസ്റ്റ് 10 രൂപ അടച്ചിറക്കാം. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. മൊത്തം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 40,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. വണ്ടി വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും വൃത്തിയുള്ള വണ്ടിയാണ്. ഫുൾ പ്രൈസ് 1,05,000 രൂപ. ഫസ്റ്റ് നമുക്ക് 10,000 രൂപ അടയ്ക്കണം. എൻജിൻ സൈഡൊക്കെ പക്ക. ഇത് ഇഞ്ചക്ടർ, ഇത് കാർബറേറ്റർ. അടുത്ത 2016 മോഡൽ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 90,000 രൂപ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. അവിടെ എല്ലാ വീഡിയോയിലും ഓരോ വണ്ടി കാണും ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടി. അത് കണക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടി സൈലൻസർ മാറ്റി എഞ്ചിൻ ഇളക്കി ട്യൂൺ ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 90,000 രൂപ. ഓടി വണ്ടി 40,000 കിലോമീറ്ററിന് മേലിൽ ഓടി. 40,000. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഇത് നമുക്കൊരു ഫസ്റ്റ് 20 രൂപ അടക്കേണ്ടി വരും.
ചോദിക്കുന്നത് എത്ര? 15 രൂപയുടെ ചില നമുക്ക് ആ വണ്ടി ഇറക്കാം. വണ്ടി ഫുൾ പ്രൈസ് 90,000 രൂപ. അടുത്ത 2017 മോഡൽ ക്ലാസിക് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അഡീഷണലായിട്ട് എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൈലൻസർ. ഈ ഒരു വണ്ടിക്കും കംപ്ലൈൻറ്റ് ഇല്ലെന്ന് പറയുന്നത് ഇല്ല. നമ്മളിവിടെയുള്ള വണ്ടികളെല്ലാം പെൻഡിങ് വർക്കുള്ളതെല്ലാം തീർത്താണ് വെക്കുന്നത്. ഇത് ചില വണ്ടികളൊക്കെ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണും. അവർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം ഗ്യാരണ്ടി നമ്മൾ തരുന്നതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1,10,000 രൂപ. 2013 മോഡൽ ക്ലാസിക് 350 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പിന്നെ 13 ഇത് നോക്കണ്ടേ, ഇത് മിക്കുള്ള വണ്ടിയിലും വരും സൈലൻസർ. അത് അത്രയും ഹീറ്റ് ആകുമ്പോഴത്തേക്ക് പ്രശ്നമാവുന്നു. അല്ലാതെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതും അഡീഷണൽ സൈലൻസറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 68,000 രൂപ. ഫിനാൻസ് കിട്ടത്തില്ല, റെഡി ക്യാഷ്. 68,000 രൂപയ്ക്ക് റെഡി ക്യാഷ്. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് 68,000 രൂപയ്ക്ക് മുള്ളറ്റ് എടുക്കാം. അടുത്ത 2016 മോഡൽ യമഹ വെർഷൻ 2 R15 വെർഷൻ 2 സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 60,000 രൂപയാണ്. എന്ത് ഓടി? 50,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. എത്ര? 50 ജനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കുറച്ച് അടുത്തൊന്നും കാണിക്കും. 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്കൊരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 20 രൂപ. എത്ര ചോദിക്കുന്നത്? ഇത് 60,000 രൂപ. 60,000 രൂപ. അടുത്ത 2013 മോഡൽ FC വെർഷൻ 1 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 13 വണ്ടിയുടെ 2013 പഴക്കം അതിൻ്റെ ഒരു ഇതുണ്ട്. അല്ലാതെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഫുൾ പ്രൈസ് വരുന്നത് 27,000 രൂപ. ഫിനാൻസ് കിട്ടത്തില്ല. 27,000 രൂപ. 27,000 രൂപ. ടയർ കണ്ടീഷനൊക്കെ? ടയറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എൻജിൻ സൈഡൊക്കെ പക്കയാണ്? എല്ലാം പക്കയാണ്. അടുത്ത 2021 മോഡൽ അപ്പാച്ചി RTR 200 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. രണ്ട് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 30 ഓടിയിട്ടുണ്ട്. 30 കിലോമീറ്റർ ജനുവിനാണ്. ജനുവിൻ കിലോമീറ്റർ ആണ്. ഫസ്റ്റ് ടയറാണോ? ഫസ്റ്റ് അല്ലല്ല. ഏതാ ഫ്രണ്ടാ ബാക്കാ? ബാക്ക്. ഇല്ല, ടയർ മാറിയതാണ്. പിന്നെ രണ്ട് ടയറും പുതിയതാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 15 രൂപ അടച്ചാൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? റീപെയിൻറ്റും ചെയ്തിട്ടില്ല. ഇല്ല. അടുത്ത 2019 മോഡൽ 220 ബജാജ് പൾസർ 220 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 42,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. രണ്ട് ടയർ ഏകദേശം തീരാറായി. 42,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ പ്രൈസ് നമുക്ക് 71,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 10 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ബാക്ക് ടയറും ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. ബാക്ക് ടയറും ഫസ്റ്റ് ടയറാണ്. ബാക്ക് ടയറും അല്ല, ഇത് ഫസ്റ്റ് ടയറല്ല, രണ്ടാമത് മാറി ടയറാണ്. അടുത്ത 2016 മോഡൽ RS 200 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ABS ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 40 ഓടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 80,000 രൂപ. ഇത് ABS ആണ്. BS3 വണ്ടിയാണ്. ABS വണ്ടിയാണ്. പ്രൈസ് വരുന്നത് 80,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 30 രൂപ കിടച്ച് വണ്ടി സ്വന്തമാക്കും. അടുത്ത 2019 മോഡൽ സ്റ്റാൻഡേർഡ് കാർബറേറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 33,000 കിലോമീറ്റർ മൊത്തത്തിൽ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 1,15,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 10 രൂപ അടയ്ക്കണം. സ്റ്റാൻഡേർഡ് കാർബറേറ്റർ വണ്ടിയാണ്. BS4. ടയർ ആവറേജ് ടയറാണ് അല്ലേ? ടയറൊക്കെ ആവറേജ് ടയറാണ്. ഫ്രണ്ട് ടയർ ഉണ്ട് കേട്ടോ. ഇത് എത്ര രൂപ നമുക്ക് കൊണ്ട് ഇറക്കാൻ പറ്റും? നമുക്കൊരു 10,000 രൂപ അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. 10,000 33,000 സംതിങ് കിലോമീറ്റർ. ഇതിപ്പം ഇവിടെ വന്ന കസ്റ്റമർ ബുക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ കാര്യം പറഞ്ഞു. 2021 വണ്ടിയായിരുന്നു. ഓക്കെ. അടുത്ത 2020 മോഡൽ NS 200 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ABS വണ്ടിയാണ്. രണ്ട് ടയറും ഏകദേശം ബാക്ക് ടയർ ഒരു 70% ബാക്ക് ടയറുണ്ട്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. ക്യാമറ കാണാൻ പറ്റത്തില്ലാന്ന് തോന്നുന്നു.
വെട്ടം കൂട്ടി കാണിച്ചു കൊടുക്കാം. ആ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്രയും നീറ്റ് കണ്ടീഷനാണ്. 23,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 1,00,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 15 രൂപയ്ക്ക് അടച്ച് ഇറങ്ങാം. അടുത്ത 2017 മോഡൽ NS200. ഇതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഓടില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 70,000 രൂപ. നീറ്റ് കണ്ടീഷൻ, വേറെ വലിയ സ്ക്രാച്ച് 17 ആണെങ്കിൽ പോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അത്രയും നീറ്റ് കണ്ടീഷനാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. ടയറൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 70 രൂപ. 70. ഫസ്റ്റ് ഒരു 10 രൂപയ്ക്ക് അടച്ചാൽ ഇറക്കാം. ലോൺ കിട്ടുമല്ലേ? ലോൺ കിട്ടും. ഓക്കെ. അടുത്ത 2018 മോഡൽ NS200. ഇത് നോൺ ABS ആണ്. ഇതും ഈ വണ്ടി നോൺ ABS ആണ്. ABS വണ്ടി അത് മാത്രമേ ഉള്ളൂ. ആദ്യം ഇത് 2 നോൺ ABS വണ്ടി. ഇത് പക്ഷേ അഡീഷണൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടി. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് പറയുന്നത് 80,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 10 രൂപയ്ക്ക് അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. 80 രൂപ. ഓട്ടോ എത്ര? 80 രൂപ. ഓട്ടോ അത് 50 സംതിങ് ഉണ്ടായി. ജെനുവിനാണോ? ജെനുവിൻ കിലോമീറ്റർ. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ജെനുവിനാണ് ചോദിക്കുന്നില്ല. എന്നാലും അല്ല, ഞാൻ ചോദിച്ചു. അടുത്ത 2023 മോഡൽ Yamaha MT വെർഷൻ 2 USD4 കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 17,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് വരുന്നത് 1,65,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 55,000 രൂപ അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. ഫസ്റ്റ് ഓണറാണോ? ഫസ്റ്റ് ഓണർ വണ്ടി 17,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത 2013 മോഡൽ ഫേസർ സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി ഇന്ന് എടുത്തുള്ള വണ്ടി കഴുകാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ വൃത്തിക്കുറവ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫിനാൻസ് കിട്ടത്തില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് 25,000 രൂപ. 25,000. ഏത് വർഷമായിരുന്നു? 2013 മോഡൽ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും. എൻജിൻ സൈഡൊക്കെ എങ്ങനെയാണ്? എല്ലാം പക്ക പെർഫെക്റ്റാണ്. വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഈ 21 മോഡൽ പ്ലാറ്റിന. ഇത് സെൽഫ് വരുന്ന വണ്ടിയാണ്. പിന്നെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ ഇതിൽ കാണിച്ചേക്കുന്നത് 11,000 കിലോമീറ്റർ. കള്ളോ? അത് അല്ല, ഇതിൻ്റെ കേബിൾ പോയിട്ടുണ്ട്. ഒരു 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കാരണം വന്നിട്ട് ഫസ്റ്റ് വന്ന ടയറാണ് കിടക്കുന്നത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. എൻജിൻ സൈഡൊക്കെ പക്ക. ഇത് നമുക്കൊരു 10 രൂപയ്ക്ക് അടച്ചാൽ നമുക്ക് ആ വണ്ടി സ്വന്തമാക്കാം. എത്ര ചോദിക്കുന്നത്? അത് 51 രൂപ. 51. ഒടുക്കത്തെ മൈലേജ് അല്ലേ? പിന്നെ നല്ല സൂപ്പർ മൈലേജ്. അടുത്ത 2013 മോഡൽ ഹീറോ കിരീഷ്മ ZMR. 45,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 45,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഡീറ്റെയിൽ മീറ്റർ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. ഈ സ്ക്രാച്ചൊക്കെ വർക്ക് ചെയ്യുമോ? അല്ല, ഈ കാണുന്ന കണ്ടീഷൻ. ഈ വണ്ടി ഏകദേശം മാർക്കറ്റിൽ 40-45 മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ എക്സ്ചേഞ്ച് എടുത്തതാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 30 രൂപ ഫൈനൽ കൊടുക്കാം. ഫിനാൻസ് എടുത്തില്ല, റെഡി ക്യാഷ്. 30,000 രൂപ. 30,000 രൂപ. മൈലേജ് എന്താണ്? മൈലേജ് ഒരു 35 അത്രേ കിട്ടത്തുള്ളൂ. 2021 മോഡൽ Yamaha MT വെർഷൻ 2 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ പുത്തനാണ്. ബാക്ക് ടയർ അത്യാവശ്യം ഓടാണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. നമുക്കൊരു 35 രൂപ 37 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അത്രയോ വേണ്ടു. ഇരുട്ടായിപ്പോടെ ഇങ്ങോട്ടൊക്കെ. വെട്ടം ഒട്ടുമില്ല, ലൈറ്റും ഇല്ല. ആകം ആ എൻജിൻ സൈഡൊന്നും നല്ലപോലെ കാണിക്കാൻ പറ്റുന്നില്ല. ഇരുട്ട് ഭാഗമായിപ്പോയതാ. എത്ര ചോദിക്കുന്നത്? അത് 1,45,000 രൂപ. ഫസ്റ്റ് ഒരു 37 രൂപയൊക്കെ അതതിൻ്റെ സ്ക്രൂ ഇടാനുണ്ട്. സ്ക്രൂ ഇട്ടില്ല. വേറെ കംപ്ലൈൻ്റ് ഒന്നും അല്ലല്ലോ? കംപ്ലൈൻ്റ് ഒന്നുമല്ല. അല്ലേ? ഓ, അങ്ങനെ ഇട്ടാൽ മതി. സ്ക്രൂ ഇട്ടാൽ മതി അല്ലേ? സ്ക്രൂ ഇട്ടാൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചാണ് നോക്കില്ല. അത് ഇതിൻ്റെ മീറ്ററിന് ചെറിയൊരു ഡിസ്പ്ലേക്ക് ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു. അങ്ങനെ അത് റെഡിയാക്കാനായിട്ട് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതാണ് കാര്യം. ഇത് 2020 മോഡൽ Yamaha MT വെർഷൻ 1 സിംഗിൾ ഓണർ വണ്ടി. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ പ്രൈസ് 1,60,000.
40,000 രൂപ. അത് ഓട്ടോ ഒക്കെ പറ, എന്നിട്ട് വില പറ. ഓട്ടം പറ ആദ്യം. കിലോമീറ്റർ ചോദിക്കണ്ടേ? ചോദിക്കുക അങ്ങനെ പറയുന്നത്. വില പറയുന്നുണ്ടല്ലോ ചോദിക്കാതെ. വില അറിയണ്ടേ? ഇത് 30,000 കിലോമീറ്റർ ഓടിക്കണം. 30,000 കിലോമീറ്റർ. അടുത്ത 2021 മോഡല് ഹീറോ എക്സ്പൾസ് 200 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. കട്ട ടയറാണോ? അല്ലല്ല, ഇതിന് ടയർ ഇങ്ങനെ വരുന്നത്. അത് പലരും ചോദിക്കും കട്ട ടയറാണോ എന്ന്. പുത്തൻ ടയറാണ്. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 17,000. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,00,000 രൂപ. ഫസ്റ്റ് ഒരു 20 രൂപ അടച്ചാൽ മറ്റേ വണ്ടി ഇറങ്ങും. 20,000 രൂപ മതി. 20 രൂപ. മൈലേജ് എന്ത് കിട്ടും ഈ വണ്ടിക്ക്? മൈലേജ് 40. ഇപ്പം ലൊക്കേഷനൊക്കെ ഞാൻ ആദ്യം തുടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നാലും കറക്റ്റായിട്ട് ലൊക്കേഷനും പിന്നെ നിങ്ങൾ അതേപോലെ ഏതൊക്കെ സ്ഥലങ്ങൾ ഏതാണ്ട് 1-2 സ്ഥലത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു. ഫിനാൻസ് ചെയ്യാനായിട്ട് വണ്ടി കൊടുക്കൂല എന്നല്ല, വണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു. അത് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റാത്തത് വയനാട്, ഇടുക്കി, കാസർഗോഡ് എന്നീ 3 ജില്ലകളിൽ ഫിനാൻസ് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല. അവിടെ ഇപ്പോഴും ഇല്ല. അത് അവിടെ കളക്ഷൻ ആളില്ല, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് വേറെ ഏത് ജില്ലയാണെങ്കിലും നമുക്കൊരു മാക്സിമം ഒരു 3 മണിക്കൂർ കൊണ്ട് ലോൺ അപ്രൂവ് ആവും. നമുക്ക് ഡോക്യുമെൻറ്റ്സ് വരുന്നത് ആധാർ, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ഒരു ഫോട്ടോ, പാസ്ബുക്ക്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് എല്ലാവരെയും പോലും ലാൻഡ് ടാക്സ്, കരമടച്ച രസീത്, ചെക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. പാസ്ബുക്കും ഫോട്ടോയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ആധാർ, പാൻ കാർഡ്. അതേപോലെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഇൻട്രോ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ആൾക്കാരും വണ്ടി താല്പര്യം തോന്നുമ്പം ഏതാണ് സ്ഥലം ചോദിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ആ സ്ഥലം ഒന്ന് പറഞ്ഞു. സ്ഥലം കൊല്ലം ജില്ലയിൽ നിലമേൽ, അതായത് പ്രോപ്പർ നിലമേൽ MC റോഡിലാണ് സ്ഥലം. അതായത് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റോഡ്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം റോഡ്. പിന്നെ വെഞ്ഞാറമ്മൂട് വരുവാണെങ്കിൽ നിലമേ സിഗ്നൽ കഴിഞ്ഞ് കൊട്ടാരക്കര റോഡ്. കൊട്ടാരക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ ആയൂർ കഴിഞ്ഞ് ചടയമംഗലം, ചടയമംഗലം കഴിഞ്ഞ് നിലമേ സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ അൻസാരി ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിക്കുകയാണ്. 63,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം ബുള്ളറ്റ്, മറ്റുള്ള ബൈക്ക്, അങ്ങനെയുള്ള ഏത് സാധനം നോക്കുന്നതിനും പറ്റിയൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. ലോ കിലോമീറ്റേഴ്സാണ്, ഒരുപാട് കിലോമീറ്റേഴ്സ് കുറവുള്ള വണ്ടികളാണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ വണ്ടികളുണ്ടായിരുന്നു. ഇത്തവണ അതുമല്ല, ലോ കിലോമീറ്റർ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.